ഒഴിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രാജിവെക്കൂ എന്നാരും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആ കൊടുത്ത കത്ത് ആക്സെപ്റ്റ്. അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ ഇത്രയും ഇയാൾ മെർസസൻസ് വേണമെന്ന് പറഞ്ഞു, പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്ത് ഡിമാൻഡ്സ് ആണ് ഇയാൾ വെച്ചത്? ആ ഡിമാൻഡ്സ് ഏതാണ് അംഗീകരിക്കാതിരുന്നത്? അങ്ങനെയാണെങ്കിലാണല്ലോ കത്തുമായിട്ട് പോയിട്ട് ഭീഷണിപ്പെടുത്തുക. അത് പറഞ്ഞില്ലല്ലോ. ഏത് വിഷയത്തിലാണ്, എന്തായിരുന്നു അയാളുടെ ഡിമാൻഡ്? അല്ല, ഇംപീച്ച്മെന്റ് മോഷൻ ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, എനിക്കിതിന് പവർ ഉണ്ട് കാണിക്കാൻ വേണ്ടിയാണ്. അത് ചെയ്തു. അതിനു മുൻപ് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫോട്ടോ വെക്കുന്ന അടക്കമുള്ള ഈ പെറ്റി ഇഷ്യൂസ് ആണ്, നോൺ ഇഷ്യൂസ് ആണ് ഇദ്ദേഹത്തിൻ്റെത് മുഴുവൻ. ഇദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി എന്ന നിലയിൽ കിട്ടേണ്ട ഒരു ബഹുമാനവും അദ്ദേഹത്തിന്റെ ഒരു പവറും, അദ്ദേഹം യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ ഓരോ ഫോട്ടോ വെക്കാത്തത് കൊണ്ട് ഈ രാജ്യത്ത് ഫോട്ടോ വെക്കുന്ന അടക്കമുള്ള പെറ്റി ഇഷ്യൂസിൽ ഇദ്ദേഹം തിരിച്ച് കൊമ്പ് കോർത്തിട്ടുള്ളതാണ്. അതായത് അതൊക്കെ പിന്നീട് മാനിക്കപ്പെടാതെ പോകുന്നു. അപ്പോൾ എങ്കിൽ പിന്നെ കോൺഗ്രസുമായി ചേർന്നേക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കളിക്കൊപ്പം നിന്നേക്കാം എന്ന് വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തെ ഒരു ക്ലിയർ പൊളിറ്റീഷ്യനായിട്ട് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പശ്ചിമ ബംഗാളിൽ കാണിച്ചതുപോലെ തന്നെ അദ്ദേഹം ഇറിറ്റേറ്റഡ് ആയപ്പോൾ കാണിച്ച ഒരു തന്ത്രമാണിത്. പക്ഷേ അത് പാളിപ്പോയി. പകരം ഇനി വരാൻ പോകുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ സ്വന്തമായിട്ട് പല്ലു ഡോക്ടറെ വെക്കാത്തതിന്റെ പേരിൽ സർക്കാരുമായിട്ട് കലഹിച്ച കക്ഷിയാണ്. ഫോട്ടോ വയ്ക്കാൻ പറ്റാത്തതിന്റെ പേരിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു. ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളുണ്ടല്ലോ സുജയ.